ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. നമുക്ക് റീഡിംഗ് നോക്കാം. കാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ്. എന്താണ് നൈറ്റ് ഓഫ് വാൻസിൻ്റെ പ്രത്യേകത? ഇവിടെ ഒരു ഫ്ലഡി ആയിട്ടുള്ള വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് എന്ന് കാണിക്കുന്നു, അല്ലെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആ ബന്ധം കൊണ്ട് നിങ്ങൾക്ക് ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങൾ ഭയങ്കര നിങ്ങളെ എത്ര സന്തോഷിപ്പിക്കാമോ വാക്കുകളാൽ അല്ലെങ്കിൽ പ്രവൃത്തികളാൽ ഒക്കെ നിങ്ങളെ എത്ര സന്തോഷിപ്പിക്കാം, പിന്നെ നിങ്ങളെ എന്താ പറയുക, അതിന് നമ്മൾ സോപ്പിടുക അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ചില വാക്കുകളുണ്ട്, അങ്ങനത്തെ ചെറിയ അങ്ങനെയുള്ള വാക്കുകളൊന്നും എനിക്ക് വയ്യ ഉപയോഗിക്കാൻ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം നമ്മളെ പ്രലോഭിപ്പിക്കുക എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു എന്നാണ്, വളരെ സന്തോഷിച്ചിരുന്നു. കാരണം ഇത്രയും സ്നേഹമുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നല്ലോ എന്നോർത്ത് തന്നെ നിങ്ങൾ വളരെയധികം പിന്നെ സന്തോഷിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്തത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പോകെ നിങ്ങളിൽ നിന്ന് ധനമെല്ലാം കയ്യിലാക്കി എന്നാണ് കാണിക്കുന്നത്. ഇത്തരം ആളുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. എന്തിനാണ് അവർ വരുന്നത്? അവിടെ ഹി ഓർ ഷീ, ഇവിടെ ആരായാലും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തിനാണ് അവർ വരുന്നതെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നടക്കണം. അതിന് ഏത് മാർഗവും അവരുപയോഗിക്കും. അവർ വേണമെങ്കിൽ പിന്നെ താഴുക വരെ ചെയ്യും, അത്രയും താഴുക വരെ ചെയ്യും. അങ്ങനെ താഴ്ന്ന് നമ്മുടെ കയ്യിൽ നിന്നുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കാൻ നല്ല സാമർഥ്യം ഉണ്ടാവും. അങ്ങനെയെല്ലാം നിങ്ങളുടെ അടുത്തൊന്ന് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു നിങ്ങളുടെ ധനം മുഴുവനും. കാരണം നിങ്ങൾ കണ്ടച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാം കൊടുത്തു എന്നത് തന്നെ വേറൊരു സത്യമാണ്. ഓക്കെ, അതിൽ പിന്നീട് നിങ്ങൾക്ക് വിഷമമുണ്ടായി. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യമൊക്കെ മനസ്സിലായി. കൊണ്ടുപോകുന്നതല്ലാതെ തിരിച്ചു കിട്ടുന്നില്ല ഒന്നും, അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വക റെസ്പോൺസും ഇല്ല എന്നുള്ള ആ അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്തപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവിടെ കയ്യാങ്കളി വരെ വന്നിരിക്കുന്നു. കയ്യാങ്കളി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തം ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് വളരെ നിരാശ തോന്നി എന്നാണ്. സ്നേഹം നഷ്ടപ്പെട്ടു, അതിൻ്റെ പുറകെ ധനവും നഷ്ടപ്പെട്ടു, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, എല്ലാം നമ്മളെ ചതിച്ചെല്ലാം കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞു കൊടുക്കുന്നതിന് എത്ര കാര്യങ്ങളാണെങ്കിലും എന്തെല്ലാം ആണെങ്കിലും അറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ വിഷമം തോന്നില്ല. പക്ഷേ നമ്മളെ ചതിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ആ ഒരവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളാകാം കേട്ടോ ഇതൊക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാകാം. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളെ വല്ലാത്ത നിരാശയിലേക്ക്, പടുകുഴിയിലേക്ക് നിങ്ങൾ വീണു എന്നാണ്. ആ ഒരു നിരാശയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിൽ നിങ്ങൾ ചേർന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാർഡ് നമുക്ക് നോക്കാം. അടുത്ത കാർഡെന്ന് പറയുന്നത് ഉറക്കം പോലും അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു എന്നാണ്. ഉറക്കം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നു എന്ന് പറയുമ്പോഴത്തേനും എന്ത് വരും? നമുക്ക് അത്രയും ഭാരമാണ് അല്ലേ, ചിന്താഭാരങ്ങളാൽ നമുക്ക് രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടു. അവിടെ നിങ്ങൾക്ക് വല്ലാത്ത സ്ട്രെസ് നിങ്ങൾ അനുഭവിച്ചു. മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു നിങ്ങൾക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്തത്? 8 ഓഫ് കപ്സ് ആണ്. സർവ്വതും ഉപേക്ഷിച്ച് നിങ്ങൾ പോയി എന്നാണ്. എനിക്കിനി ഒരു വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല, എനിക്കിനി ഇത് വേണ്ട, ഇവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. വെരി ഗുഡ്, നന്നായി. അടുത്തത് എല്ലാത്തിനെയും നിങ്ങൾ ചെറുത്ത് തോൽപ്പിച്ചു വിജയിച്ചിരിക്കുന്നു എന്നാണ്. എല്ലാത്തിനെയും ചെറുത്ത് തോൽപ്പിച്ച് വിജയിച്ചിരിക്കുന്നു. കാരണം ഇനി ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ വേണ്ട എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചു നിങ്ങളത് ചെയ്തിരിക്കുന്നതാണ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ആ സ്നേഹം നഷ്ടപ്പെടുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ധനം നഷ്ടപ്പെടുക, വല്ലാത്തൊരു നിസ്സഹായത അവസ്ഥ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമുക്ക് ആരോടും അത് പറയാനും പറ്റില്ല. എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്തു, എനിക്കങ്ങനെ കൊടുക്കാം, പിന്നെ നിങ്ങളുടെ ഫാമിലിയോട് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് മറ്റാരോടും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അത് ഈശ്വരനിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. സർവ്വതും നിങ്ങൾ ഈശ്വരനിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. സർവ്വതും നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ അടുക്കൽ നിങ്ങൾ എന്താ പറയുക, നിവേദനം വച്ചിരിക്കുന്നു.
ഈ വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ദുര്യോഗത്തെ ഞാൻ ആ പാദത്തിൽ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വളരെ വേദനയോടുകൂടി ഭഗവാനെ വിളിച്ചു, അല്ലെങ്കിൽ ഈശ്വരനെ വിളിച്ചു. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ നിങ്ങൾ വിളിച്ചു എന്നാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അത്ഭുതപൂർണമായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായി എന്ന് കാണിക്കുന്നു. എന്ന് വെച്ചാൽ അത്ഭുതപൂർണമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈശ്വരീയത അങ്ങനെയാണ്. ദൈവീകത നമ്മളിലേക്ക് കടന്നു വരുന്നത് ഏത് നിമിഷമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഹൃദയം തുറന്ന് പൊട്ടിക്കരഞ്ഞ് വേദനയോടുകൂടി വിളിച്ചാൽ ആ വിളി കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. ഇത് ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ്. ആ ഫീൽ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കതൊരു കൗതുകമായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ആ ഒരു നിഷ്കളങ്കമായ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈശ്വരൻ അങ്ങനെ ഞാൻ വിളിച്ചാൽ ഉടനെ വിളി കേൾക്കാൻ മാത്രം ഞാൻ ആരാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു. അപ്പം നമുക്ക് ആ ഒരു സിദ്ധിവിശേഷം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ ഉൾവിളി, നമ്മുടെ ഉൾവിളിയാണത്. നമ്മൾക്ക് ഈശ്വരനോട് അടുത്ത് കഴിയുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതുവരെ നമുക്കത് ലഭിക്കില്ല എന്നാണ്. ഇവിടെ നിങ്ങളുടെ പടിപടിയായിട്ട് നിങ്ങൾ ആ ഒരു ഘട്ടത്തിലൂടെ വളർന്നു വന്നിട്ട് നിങ്ങൾ ധ്യാനം എന്ന് പറയുന്ന ആ യോഗം അനുഭവിക്കാൻ തുടങ്ങി എന്നാണ്. ആ ധ്യാനത്തിലൂടെ നമുക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനും കൂടെ ഉണ്ട്. ധ്യാനം എന്ന് പറയുന്നത് ആർക്കും അറിയില്ല എന്നൊക്കെ പറയും. ഒന്നുമില്ല, മൗനമായിട്ട് കുറച്ച് നേരം ഇരിക്കുക. പയ്യെ 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 അത് നമ്മളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അതിന് നമ്മൾ പല രീതിയിലുണ്ട്. ശ്വസന ക്രിയ നമ്മൾ ചെയ്തുകൊണ്ട് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ജ്യോതിർധ്യാനം. ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ ജ്യോതിർധ്യാനം എന്ന് പറയുന്ന ആ ക്രിയയാണ് ഞാൻ ചെയ്തിരുന്നത്. അത് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് എനിക്ക് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പല ചിന്തകളിൽ പെട്ടുപോകും. പല ചിന്തകൾ നമ്മളെ ഭരിക്കും. ആ പല ചിന്തകൾ വന്നു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ഫ്ലോപ്പാകും. പക്ഷേ നമുക്ക് നമ്മൾ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന് നമ്മളുടെ ആ ക്രിയേറ്റിവിറ്റി നമ്മളവിടെ വളർത്തിയെടുക്കുക തന്നെ വേണം. അതാണ് ധ്യാനത്തിൻ്റെ മുറ ഒന്ന്. അങ്ങനെ ഒരുപാടുണ്ട്. അത് പരിശീലിച്ചു എന്നാണ് കാണിക്കുന്നത്. അത് പരിശീലിച്ചപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ വർദ്ധിക്കുകയും നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ നിങ്ങളോട് സംസാരിക്കുന്ന പോലെയും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചു ഇവിടെ എന്നാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും ഉള്ള ഹൈ സ്പിരിച്വാലിറ്റിയുടെ ആ മേന്മ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഒരു പവർ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവികമായ ആ ഒരു പവർ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മളൊരു രാജ്ഞിയായിട്ട് മാറുന്നു. അവിടെ ഭയങ്കര ധൈര്യമാണ്. നമ്മളെക്കൊണ്ട് ഈ ഭൂമുഖത്ത് പല ആളുകൾക്കും പലതും ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന അവസ്ഥ, നമ്മളിരിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. അത്തരം ഒരവസ്ഥയിലൂടെ നമ്മൾ ഈശ്വരനിലേക്ക് കടന്നു പോയിട്ട് പിന്നീട് നമുക്ക് എന്താണ് ഇനി അടുത്തതെന്ന് നോക്കാം. ഇതൊരു ഘട്ടമാണ് കേട്ടോ. നമുക്കൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് എനിക്ക്. കാരണം ഇനി ഇവിടെ നിങ്ങൾക്ക് നീതി വരാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഈശ്വരനോട് ഒരുപാട് ആപ്ലിക്കേഷൻസ് വെച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. ആപ്ലിക്കേഷൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹങ്ങൾ, നമ്മുടെ ഒരു എല്ലാ അർത്ഥത്തിലും ഭൗതികമായിട്ടും നമ്മളുടെ ആത്മീയമായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളിവിടെ വയ്ക്കും. അത് ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ അവിടെ സമർപ്പിക്കും. അതിന് നിങ്ങൾക്കിവിടെ ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നു എന്നാണ്. അതെല്ലാം അവിടെ പാസ്സായിരിക്കുന്നു, അവിടെ പാസ്സാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു 4 വാക്കിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ നമുക്കിത് തീർക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാലഘട്ടം മുഴുവൻ അനുഭവിച്ച ഒരു വ്യഥയുടെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത പവറാണിത്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാം കഴിഞ്ഞു. അതായത് നിങ്ങളുടെ പരീക്ഷണകാലം കഴിഞ്ഞു, ഒരു ഘട്ടം കഴിഞ്ഞു. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഘട്ടം കഴിഞ്ഞു. ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ജഡ്ജ്മെൻറ്റ് വരാൻ
തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ആ ജഡ്ജ്മെൻറ്റ് വരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജഡ്ജ്മെൻറ്റ് ഈശ്വരനാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നാണ്. ഇവിടെ ഒരു അഗ്നി ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹൃദയത്തിൽ ഒരു അഗ്നി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും എന്നാണ്. കാർഡ് കാണിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് മുഴുവൻ കേട്ടോ, ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. അപ്പം ആ ഒരു നിങ്ങളുടെ സോൾമേറ്റ്, യഥാർത്ഥ ബന്ധം, യഥാർത്ഥ സ്നേഹം അത് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ചിലർക്കിപ്പോൾ അത് വന്നിട്ടുണ്ടാകും എന്ന് പറയാം. ചില ആളുകൾക്ക് വരാനിരിക്കുന്നു, സമയമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡ് കിട്ടിയിരിക്കുന്ന അതാണ്. ഇതൊരു ഡീപ്പ് ലവിൻ്റെ കാർഡാണ്. അതുപോലെ ടെൻ ഫ്ലെയിം എനർജിയാണ്. സോൾമേറ്റിൻ്റെ ആ ഒരു ഇതിൽ പോകും. പാസ്റ്റ് ലൈഫ് ബന്ധം ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അതിവിടെ വരുമ്പോൾ ഇവിടെ ഒരു അഗ്നി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വരും എന്നാണ്. ഇത് വരും എന്നാണ്. കാരണം നിങ്ങളവിടെ ഒരു ബോൾഡാണ്. അപ്പം ഇത്രയും നമ്മൾ നേടിയെടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ലൗകിക ജീവിതത്തിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന ചിന്ത വരും നമുക്ക്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇത്രയും നേടിയെടുത്തത്. എന്നാൽ നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന നമ്മളുടെ കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് പരീക്ഷണമായിരുന്നു. നീ എവിടം വരെ എത്തും, ഞാൻ നിന്നെ പരീക്ഷിച്ചാൽ നീ എവിടം വരെ എത്തും, അത് നിങ്ങൾ ഇവിടെ കാണിച്ചു കൊടുത്തു. അത് ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങൾ കാണിച്ചു കൊടുത്തു. ഞാൻ ഇവിടം വരെ എത്തും, എനിക്ക് ഇത് കഴിയും, എനിക്ക് നിന്നിലേക്ക് അടുക്കാൻ എനിക്ക് ഇത്ര മതി എനിക്ക് ഇത്ര ദൂരമേ വേണ്ടി വന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രമേൽ ഭഗവാനെ സ്നേഹിച്ചു, നമ്മളുടെ ഹൃദയം തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ അഗ്നി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളായി, ഇത് ശരിയാണോ എന്നുള്ള ചോദ്യം. എന്നാൽ നിങ്ങൾ ബോൾഡാവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ അവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കടന്നു വരുന്നു, നിങ്ങളുടെ വ്യക്തി കടന്നു വരുന്നു എന്നാണ്. നിങ്ങളുടെ വ്യക്തി കടന്നു വരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി കടന്നു വരിക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വ്യക്തി, നമ്മളുടെ വിധിയാണത്. ഡെസ്റ്റിനിയെ തകർക്കാൻ ആർക്കും കഴിയില്ല, അല്ലെങ്കിൽ തടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈശ്വര നിശ്ചയമാണ്. അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ആ കടന്നു വരുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരു രാജ്ഞിയാണ് കാണിക്കുന്നത്. രാജ്ഞി എന്ന് പറയുമ്പോൾ എന്താണ്, കാർഡിൻ്റെ പകുതിയെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാജ്ഞി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു രാജാവാണ്, മറ്റേത് രാജ്ഞിയാണ്. ആ ഒരു പദവിയിൽ നിങ്ങളിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് വരും. എല്ലാ അബണ്ടൻസോടു കൂടിയും എല്ലാ പ്രോസ്പെരിറ്റിയോടു കൂടിയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് കൂടി വരാൻ ഉണ്ട് എന്ന് കാണിക്കുന്നു. അതിപ്പോൾ അനുഭവിക്കുന്നവർ കാണാം, ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടേക്കണേ. അനുഭവിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ വരാനിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ ഈ കാർഡ് കാണിക്കുന്നത്. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടവരാണ് എന്ന് കാണിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അത്രമാത്രം ധനവും നിങ്ങൾക്ക് വരും എന്ന് കാണിക്കുന്നുണ്ട്. അത്രമാത്രം ധനം നിങ്ങൾക്ക് വരിക എന്ന് പറയുമ്പോൾ എന്താണ്, ആ ധനം കൊണ്ട് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും എന്നാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന കാർഡ്. നമുക്കതിന് യാതൊരു സംശയവും ഈ കാര്യത്തിലില്ല. കാരണം ഈശ്വരനാണ് നിശ്ചയിക്കുന്നത് നമ്മളൊക്കെ എവിടെ പോകണം, എവിടം വരെ പോകണം, എവിടം വരെയാണ് നമുക്ക് നമ്മുടെ റേഞ്ച് എവിടം വരെയാണ്, ഇതൊക്കെ അന്വേഷിക്കേണ്ടതും പറയേണ്ടതും അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വിശ്വസിക്കാം. കാരണം ഈശ്വരൻ തരുന്നതെല്ലാം നമുക്ക് നേട്ടങ്ങൾ മാത്രമാണ്. ഇവിടെ സൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൺ വരുന്നത് ജീവിതത്തിൻ്റെ പ്രോസ്പെരിറ്റി ആണ് കാണിക്കുന്നത്. നമുക്ക് ഇത്രയും സംഭവിച്ചു, അതൊക്കെ അനുഭവിച്ചു, ഈശ്വരനിലേക്ക് വന്നു, വീണ്ടും ജഡ്ജ്മെൻറ്റ് വന്നു, നമ്മളുടെ ലൈഫിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇതുകൊണ്ട് തീരുമോ? നമ്മളുടെ ലൈഫ് തീരില്ല. അടുത്തത് നമുക്ക് അടുത്ത റീഡിങ്ങിൽ നമുക്ക് കാണാം, പറയാം. കാരണം നമ്മളിത് കണ്ടിന്യൂഷനായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇതിവിടെ വെച്ച് തീരില്ല, സമയം പോകുന്നുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കാനും എനിക്കിഷ്ടമില്ല. റീഡിങ് മാക്സിമം ഒരു 15 വരെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ബാക്കി അടുത്ത
റീഡിങ് നമുക്ക് നോക്കാം. ഏതായാലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജഡ്ജ്മെൻറ്റ് തരുന്നു. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വരെ ദ സൺ എന്ന് പറയുമ്പോഴത്തേന് സർവൈശ്വര്യങ്ങളും പ്രതാപങ്ങളുമാണ്, അതുവരെ ആകും എന്നാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും റെസണേറ്റ് ആവില്ല. റെസണേറ്റ് ആവുന്നവരെടുക്കുക. ഇങ്ങനെയുള്ള പിന്നെ എനർജി വന്നിട്ടുള്ളവർ മാത്രം അവരുടേതാണെന്ന് മനസ്സിലാക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ ടൈംലെസ് ആണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.